ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കറി ആയിട്ടാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ക്രീമി ടെക്സ്ചറിലുള്ള ഒരു അടിപൊളി കറിയാണ്. ബേബി കോൺ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ബേബി കോൺ ആണ്. ഫാറ്റൊക്കെ വളരെ കുറവായിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് കറി പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിപ്പോൾ എല്ലാ മാർക്കറ്റിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞാനൊരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 200 ഗ്രാം ഉണ്ട് ഒരു പാക്കറ്റിൽ. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി എപ്പോഴും ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതാദ്യം ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് കറി വയ്ക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഇട്ട് ഇത് നന്നായിട്ടൊന്നും മിക്സ് ആക്കിയിട്ട് ഇത് എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കും. അതിന് ശേഷമാണ് കറി ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഈ ബേബി കോൺ എല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാവും. അപ്പോൾ ഇതെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഈ പാത്രത്തിലോട്ട് തന്നെ ഞാൻ ഒരു 2 ടീസ്പൂണും കൂടി എണ്ണ ഒഴിക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് പെരിഞ്ജീരകമാണ് ഇടുന്നത് കേട്ടോ. വലിയ ജീരകം ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് ഇതുപോലെ വഴറ്റിയിട്ട് അരച്ചെടുക്കാറല്ലേ പതിവ്. അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പനീറൊക്കെ നമ്മൾ കറി വയ്ക്കില്ലേ, അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ തന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ ചൂടെല്ലാം മാറാനായിട്ട് വയ്ക്കുക. ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി നമ്മളിപ്പോൾ ഈ ഉള്ളിയും എല്ലാം ഒന്ന് വഴറ്റിയെടുത്ത് അതേ പാത്രത്തിലോട്ട് തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ 2 ടീസ്പൂൺ ഓയിലും കൂടി പിന്നെയും ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് പിന്നെയും കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ജീരകമാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ള ഉള്ളി തക്കാളിയും എല്ലാം ചേർന്നിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ചേർക്കാനുള്ള പൗഡേഴ്സ് എല്ലാം ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരണം. ആ മസാലയുടെയൊക്കെ പച്ച സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് കുക്കായി വരണം. അപ്പോൾ ഇതിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. കുറച്ച് തേങ്ങയും കുറച്ച് കുരുമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു പേസ്റ്റും ഈ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. അതിനുശേഷം എല്ലാം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ബേബി കോണും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ക്രീമി ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ചധികം വേവുള്ളത് കൊണ്ട് ഞാനിത് കുക്കറിലോട്ട് മാറ്റിയിട്ടാണ് കേട്ടോ ബാക്കി കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മോർണിംഗിൽ കുറച്ച് ധൃതിയിലാണ്, അതുകൊണ്ട് ഇത് കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് കുക്കർ മൂടി വെച്ച് 3 വിസിലാണ് ഇട്ട് കൊടുക്കാറ്. 3 വിസിൽ കഴിയുമ്പോഴേക്കും നന്നായിട്ട് തന്നെ ആ പ്രഷറൊക്കെ പോയിട്ട് തുറന്ന് നോക്കുമ്പോൾ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ റെഡിയാണ്. അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് സെർവ് ചെയ്യുക. അപ്പോൾ ഞാനിന്നിപ്പോൾ ഇവിടെ ചപ്പാത്തിയുടെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ബേബി കോൺ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള കറിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ.